ന്യായാമോദവളാവകുണ്ടനവതീം തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീ സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം അമൃതാനന്ദാത്മികാം ഈശ്വരീം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ 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 ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. പവനസുധനോടു വിനയനയന സഹിതം മാധരാൽ പപ്രാച്ചനിയാരയച്ചു വന്നു കപേ. നിപ്രസദസ്സിഖതയ മമ സത്യം മഹാമതേ. നിന്നെ അഴിച്ചു വിടുന്നുണ്ടു നിർണയം. ഭയമഖില മകതളവിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കുമിസഭ പാർക്കനീ. അനൃത്ത വചനവും അലർധർമ്മ കർമ്മങ്ങളും അത്ര ലങ്കേശ രാജ്യത്തിങ്കളില്ലടോ. നിഖില നിശിചര കുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു വായുതനയനും. മനസീ രഘുകുലവരനെ മഹോരപി നിരൂപിച്ചു മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ. സ്ഫുടവചനമേ വിശിതമിതി ശൃണഭുജള പ്രഭോ. പൂജ്യാനാം രാമദൂതൻ ഞാനറികനേ. ശരണമിതി ചരണകമലേ പതിച്ചിടടോ. ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായി
കലുഷമനവധി ചടിതി ചേരിത്തിന്നലാകുലും കാരുണ്യമീ വണ്ണമില്ല മറ്റാർക്കുമേ. രഘുപതിയെ മനസ്സിൽ കരുതി കിളവനുഭൂതതളെ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ. സനകമുനമുനികൾ വചനങ്ങളിതോർക്കെടോ സത്യം അയോക്തം വിരിച്ചാതി സമ്മതം. ഓം അമൃതേശ്വരി നമഃ. ഇതിഹാസകാവ്യമായ രാമായണത്തിൽ ഹനുമാൻ രാവണ സന്നിധിയിൽ എത്തിച്ചേരുന്ന ഭാഗമാണ് ഇന്നിവിടെ പാരായണം ചെയ്തിരിക്കുന്നത്. ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിക്കപ്പെട്ട ഹനുമാനെ ഇന്ദ്രജിത്ത് രാവണ സന്നിധിയിൽ എത്തിക്കുന്നു. രാവണന്റെ നിർദ്ദേശപ്രകാരം പ്രഹസ്തൻ ഹനുമാനോട് ഉപവനം തകർത്തതും വീരന്മാരായ ആളുകളെ കൊന്നത് എന്തിനെന്നും അന്വേഷിക്കുന്നു. താൻ സർവ്വവ്യാപിയായ ഭഗവാൻ ശ്രീരാമന്റെ ദൂതനാണെന്നും സീതാദേവിയെ അന്വേഷിച്ചാണ് ലങ്കയിലെത്തിയതെന്നും പറയുന്നു. ബ്രഹ്മാവിന്റെ വരപ്രസാദത്താൽ അസ്ത്രം സ്പർശിച്ച മാത്രയിൽ തന്നെ വിട്ടു പോകുമെന്ന് അറിയാമായിരുന്നിട്ടും ബന്ധനസ്ഥനെ പോലെ വന്നത് രാവണനോട് ചില കാര്യങ്ങൾ അറിയിക്കാനാണെന്ന് ഹനുമാൻ പറയുന്നു. വിഷ്ണുവിനെ ഭജിച്ചാൽ ബുദ്ധി ശുദ്ധീകരിക്കപ്പെടുമെന്നും അപ്പോൾ ശുദ്ധമായ ആത്മജ്ഞാനം ഉണ്ടാകുമെന്നും ഹനുമാൻ പറയുന്നു. പുരാണ പുരുഷനും പരമാത്മാവും പരബ്രഹ്മമൂർത്തിയും ലക്ഷ്മിപതിയുമായ ഭഗവാൻ ശ്രീരാമനെ ഭജിക്കുക എന്ന ഹനുമാന്റെ വാക്കുകളിൽ ഭക്തിഭാവത്തിന്റെ ആധിക്യം കാണാം. സീതാദേവിയെ സമർപ്പിച്ച് സ്വന്തം പുത്രമിത്രാദികളോടുകൂടി ശ്രീരാമനെ ശരണം പ്രാപിച്ച് അദ്ദേഹത്തെ നമസ്കരിക്കുക. ഇപ്രകാരമുള്ള പവനപുത്രന്റെ ഭാഷണം രാവണനെ കോപാകുലനാക്കുന്നു. രാവണനോട് ദൂതന്മാരെ കൊല്ലാൻ പാടില്ലെന്ന് വിഭീഷണൻ പറയുന്നു. വാനരന്മാർക്ക് വാലിനോടാണ് മമത എന്നതുകൊണ്ട് വാലിൽ വസ്ത്രം ചുറ്റി തീ കൊളുത്തി വിടുവാൻ രാവണൻ ആജ്ഞാപിക്കുന്നു. വാലിലെ തീ കൊണ്ട് വിഭീഷണന്റെ ഭവനം ഒഴിച്ച് സകല ഭവനങ്ങളും ചുട്ടെരിച്ച് തുടർന്ന് സമുദ്രത്തിലേക്ക് ചാടി വാലിലെ തീ അണച്ച് സീതാദേവിയുടെ സമീപത്തേക്ക് ഹനുമാൻ പോകുന്നു. സ്വന്തം ഹൃദയത്തിൽ സ്ഥിരമായി ഇരിക്കുന്ന പരമാത്മാവായ രാമനെ ഭക്തിപൂർവ്വം ധ്യാനിക്കാൻ കഴിഞ്ഞാൽ ദുഃഖതരംഗങ്ങളിൽ ഇളകി സംസാരസാഗരത്തെ വാക്കുകൾ ഇന്നും കാലാതീതമായി നിലകൊള്ളുന്നു. അജ്ഞാനമാകുന്ന അഗ്നിയിൽ രാമവചനം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.